ഹലോ, സൺഡേ ഈവനിങ് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുക. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ. കുറേ നാളായി കിണ്ണത്തപ്പം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടാലോ. അപ്പം ഞാൻ ആദ്യം 1 കപ്പ് വെള്ളത്തിൽ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ കറക്റ്റ് അളവൊന്നും പറയണില്ല, കാരണം അതിനുള്ള നോളജൊന്നും എനിക്കില്ല. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് കേട്ടോ എപ്പോഴും കുക്ക് ചെയ്യാറ്. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പം ഞാൻ ഒന്നും കൂടെ റീഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം, കുറച്ച് ഏലക്കായ, കുറച്ച് ജീരകം ഇതൊക്കെ കൂടെ അരച്ച് പേസ്റ്റാക്കി പാല് പോലെ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. സംഭവം നമ്മുടെ തൃശ്ശൂർക്കാരി ഇഞ്ചിപ്പെണ്ണ് ഉണ്ടല്ലോ, ആ ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. ഇതിൻ്റെ ഇടയിൽ ഒരു മെയിൻ കാര്യം പറയാൻ മറന്നു. ഇത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ ഞാൻ കണ്ടേക്കുന്നത് കിണ്ണത്തപ്പം അരിപ്പൊടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൂട്ടത്തിൽ ആ പാലും കൂടെ ഒഴിച്ചങ്ങ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട്. സംഭവം എല്ലാവരും പറയുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഓഫ് സോൾട്ട് ചേർക്കുക. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഒന്നും കൂടെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് കണ്ട അവസാനം ഇതിങ്ങനെ വരും. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നിട്ടോ. പിന്നെ അതങ്ങ് ആവിയിൽ വെച്ച് അങ്ങ് വേവിച്ചെടുക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവം കിട്ടും. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് സോഫ്റ്റ് കിണ്ണത്തപ്പം റെഡി. പറ. സത്യം പറഞ്ഞത് ഇവരുടെ ശരിക്കുള്ള റിയാക്ഷൻ ആട്ടോ, ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചൊന്നല്ല. അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.